ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് നമ്മളെ കുഞ്ഞാമുണ്ട്, ഉമ്മാൻ്റെ അനിയത്തി, കാക്കാൻ്റെ ഉമ്മാൻ്റെ അനിയത്തി കേട്ടോ. ഉമ്മാക്ക് രണ്ട് അനിയത്തിമാരാണുള്ളത്. വലിയ ആൾ കോഴിക്കോടാണ് കേട്ടോ, രണ്ടാമത്തെ ആൾ മഞ്ചേരിയും. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. വിഷമോളൊക്കെ നമ്മൾ ഉറക്കത്തുനിന്ന് എടുത്തിട്ടാണ് കൊണ്ടുവന്ന്. ചായ ഒന്നും കുടിച്ചിട്ടില്ല, അവൾക്കുള്ളത് പിന്നെ നമ്മൾ ബോക്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 8 മണിക്കാട്ടോ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. 7:30 ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ താങ്ങി ഒരുങ്ങിയൊക്കെ വന്നപ്പോത്തിന് നേരം വൈകി. 8 മണിയായിട്ടുണ്ട് നമ്മൾ പുറപ്പെട്ടപ്പോൾ. നമ്മളെ കൂടെ ഉമ്മാൻ്റെ രണ്ടാമത്തെ, അതായത് ചെറിയ അനിയത്തിയും കൂടെ ഉണ്ട് കേട്ടോ. അനിയത്തി ആപ്പി ഉണ്ട് കേട്ടോ, കുഞ്ഞാമ്മി ആപ്പിയും. അപ്പം അവർ നമ്മളെ കാലത്ത് നിൽക്കായിരുന്നു. നമ്മൾ എത്തേണ്ടതിന് മുന്നേ തന്നെ അവരെത്തിയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവരെയും കയറ്റിയിട്ട് നമ്മളങ്ങനെ പോയി. കുട്ടികൾ പിന്നെ വണ്ടിയിൽ കയറിയ ഫുൾ ടൈം ഉറക്കം തന്നെ ആയിരിക്കും. വിഷമോള് മാത്രമേ ഉറങ്ങാത്തുണ്ടാവുള്ളൂ കേട്ടോ. എന്താ നമ്മളെ ആപ്പ, കുഞ്ഞാമി ആപ്പി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നു. ചായയൊക്കെ രാവിലെ ഉണ്ടാക്കിയെന്നല്ലാതെ നമ്മളൊന്നും തിന്നാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എവിടേക്കിനും പോകുക പറയുമ്പോൾ നമുക്ക് ആ ഒരു വെത്തപ്പാടൊക്കെ കയറല്ലോ. ഇഷമോക്ക് പിന്നെ നമ്മൾ ഞാൻ വണ്ടിയിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു കേട്ടോ. അവൾക്കുള്ള ചായയൊക്കെ നമ്മൾ എടുത്തിരുന്നു. വണ്ടിയിൽ നിന്ന് കൊടുത്ത പിന്നെ അവളങ്ങനെ കുടിച്ചതൊന്നുമില്ല. നമ്മൾ ആദ്യം പോകുന്നത് കുഞ്ഞാമാന്റെ മോളെ വീട്ടിൽ കാട്ടെ. വലിയ മോളെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങോട്ടോട്ട് പോകണ്ട. ആദ്യം അവിടെ കയറിയിട്ട് പിന്നെ കുഞ്ഞാമാന്റെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ നേരെ അങ്ങോട്ട് വന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാന്ന് എഴുതിയിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. പക്ഷെ പിന്നെ സംസാരിച്ചിരുന്ന കുറച്ച് സമയമൊക്കെ ആയിട്ടോ. അപ്പൊ മക്കള് വന്നുടൻ തന്നെ ഊഞ്ഞാലിൽ കയറിയിരുന്നു. ഇഷമോള് പിന്നെ ഫുൾ യൂണിഫോമിലായിരുന്നു കേട്ടോ. അവൾക്ക് വണ്ടിയിൽ നിന്നൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പൊ പിന്നെ ഡ്രസ്സിലാക്കണ്ടെന്ന് കരുതിയിട്ട് അതൊക്കെ ഊരിട്ടിട്ടതായിരുന്നു. ഇതാണ് കേട്ടോ കുഞ്ഞാമാന്റെ വലിയ മോള്. പിന്നെ കുറച്ച് സമയമൊക്കെ നമ്മളവിടെ ഇരുന്നതിന് ശേഷം നമ്മളവിടുന്ന് പോന്നു. അപ്പൊ ഇതാ നമ്മൾ കുഞ്ഞാമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കാണ്. പുഴയേക്കാണ് പോണത്. കുഞ്ഞാമാന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. ഒരു 2 വർഷം മുമ്പൊക്കെ നമ്മളിവിടെ വന്നപ്പോ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പുഴയിൽ നല്ല വെള്ളം കുറവുണ്ട് കേട്ടോ. നമ്മൾ 2 വർഷം മുമ്പ് വന്നപ്പോ നല്ല വെള്ളമായിരുന്നു. അങ്ങനെ ഈ പാറൊന്നും അങ്ങനെ കുറെ കാണാത്തൊരു രീതിയിൽ കേട്ടോ വെള്ളം മൂടി കിടന്നിരുന്നത്. കുറച്ച് ഭാഗം മാത്രമേ പാറ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം വല്ല മഴ ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും ചെറിയൊരു രീതിക്കുള്ള വെള്ളം തന്നെ ഉള്ളായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് നല്ല സുഖത്തിൽ തന്നെ ഒക്കെ ഇറങ്ങാട്ടോ. അവര് കുറെ സമയം അതിൽ ഇറങ്ങി. അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവര് കുറെ ദിവസമായിരുന്നു നമുക്ക് പുഴയ്ക്ക് പോവല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഇനി കുഞ്ഞാമാന്റെ വീട്ടിലേക്ക് പോവാണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പോകുമ്പോ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു. അപ്പൊ നല്ല വഴുക്കലുണ്ട് കേട്ടോ. ഞാൻ പേടിച്ചാണ് ഇങ്ങനെ പോണത്. അവിടെ വീണിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ചുറ്റുഭാഗം നല്ല കാടാണ് കേട്ടോ. കാട് നല്ല ഒരു മരങ്ങൾ, നല്ലൊരു പച്ചപ്പാണ് കേട്ടോ ഇതിന്റെ ചുറ്റിനുള്ളത്. ആ ഭാഗമൊക്കെ മുഴുവനും വെള്ളമായിരുന്നു നമ്മൾ പണ്ട് വന്നപ്പോ. സോന് പിന്നെ അവന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കല്ല് പെറുക്കല്, നല്ല ഉരുണ്ട ഈ അക്വേറിയത്തിലൊക്കെ ഉള്ള കല്ലുകൾ ഉണ്ടാവില്ലേ, അത് നിറയെ ഉണ്ട് കേട്ടോ. നിറയല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അങ്ങോട്ട് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറവാണ്. പക്ഷെ ഉള്ളത് ഓനെ അങ്ങനെ പെറുക്കി കൂട്ടുന്നുണ്ട്. അവന്റെ അക്വേറിയത്തിന്റെ അധികം ടാങ്കൊക്കെ മീൻ ടാങ്കൊക്കെ ഇടണം എന്നിട്ട് അങ്ങനെ പെറുക്കി കൂട്ടും കേട്ടോ. പക്ഷെ മോളെ പിന്നെ പിടിക്കാനൊന്നും കിട്ടൂല. ഓളെ ഇഷ്ടത്തിനാണ് പോവുക. കാരം കുട്ടികൾക്കും തന്നെ നല്ല സന്തോഷമായിരിക്കണം വെള്ളത്തൊക്കെ ഇറങ്ങിയിട്ട്. വെള്ളത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഇതേക്കാരം. പിന്നെ അതിന് കയറി കിട്ടാൻ കുറച്ച് പണിയാണ്.
ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു ഒഴുക്കുണ്ട് കേട്ടോ. നമ്മളെ കാലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരമില്ലാതെ ഇങ്ങനെ ഒഴുകി പോണ പോലെയാണ്. പക്ഷെ അത്ര പേടിക്കേണ്ട സ്ഥലമൊന്നല്ല കേട്ടോ, അത്ര പേടിയൊന്നുമില്ല. നല്ല രസാട്ടോ ഇവിടെ ഇങ്ങനെ വന്ന്, നല്ലൊരു തണുപ്പും കാറ്റും വെള്ളമൊക്കെ ആയപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ എൻ്റെ ബാക്കിലായിട്ടൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ, അപ്പുറത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ, അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. അത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കാലൊക്കെ ഇങ്ങനെ നനഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ വെള്ളത്തേക്ക് ഇറങ്ങി പോയിട്ടോ. നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികളെ പോലെ തന്നെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കയറാൻ തോന്നൂല. സോനു അവിടെ കുറെ കല്ലൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്, സോനും നിയമോളും മിന്നൊക്കെ പാടെ കൂടിയിട്ട്. പിന്നെ മിന്നൊക്കെ നല്ല സന്തോഷത്തിലാണ്, വെള്ളത്തേക്ക് പോവാന്ന് അത്രയും സന്തോഷമാണ് അവർക്ക്. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പുഴയിൽ പോയിട്ടുള്ള ചാട്ടവും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നന്നായിട്ട് വിശന്നിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കുഞ്ഞാമ്മ. നമ്മൾ കുറച്ച് ഫുഡിനുള്ളതൊക്കെ സഹായിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പുഴയ്ക്ക് പോയത്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊക്കോപ്പഴം ഉണ്ടായിരുന്നു, നല്ല പഴുത്ത കൊക്കോപ്പഴം ഉണ്ടായിരുന്നു. അത് കാക്ക കുറേ അറുത്തുന്നു, ഞങ്ങൾ കുറേ തിന്നും ചെയ്തു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്തൊക്കെ എല്ലാ വീട്ടിലും, അധികം വീട്ടിലും കേട്ടോ കൊക്കോന്റെ മരങ്ങൾ. പിന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടു കുറേ ഉണ്ട്, കൊക്കോന്റെ ഒരു തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കുറേ പറിച്ച്, അത് കുറേ പറഞ്ഞാൽ കുറേ തിന്നുക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴുത്തത് അത്ര വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ, നമ്മൾ മൂത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മഞ്ഞ കളർ, തോട് നല്ല മഞ്ഞ കളറുള്ളത് അത്ര ടേസ്റ്റ് ആയി തോന്നില്ല, കയമ്പൊന്നും കയമ്പില്ലാത്ത പോലെയായിരുന്നു. പക്ഷെ മൂപ്പുള്ളത് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല വെള്ള കളറായി വന്നത്, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.